അഭയാർത്ഥികളെ പുറത്താക്കണമെന്നും നുഴഞ്ഞുകയറ്റം യൂറോപ്പിനെ കൊല്ലുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിലേക്ക് നോക്കൂ, ഇനി അങ്ങോട്ടേക്ക് നുഴഞ്ഞുകയറ്റക്കാർ വന്നാൽ അതിന്റെ ബലം അവർ അറിയും. ശത്രുക്കളെ പോലെയും രാജ്യം തകർക്കാൻ വരുന്നവരെ പോലെയും അവരെ ഞങ്ങൾ നേരിടുമെന്നും ട്രംപ്. യൂറോപ്പിലെ രാജ്യങ്ങളും ഇതുപോലെ ചെയ്യണം. സ്കോട്ട്ലാൻഡിലെ എയർഫോഴ്സ് വണ്ണിൽ നിന്ന് ഇറങ്ങിയ ശേഷം ടാർമാക്കിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ ഭയാനകമായ അധിനിവേശം അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃത കുടിയേറ്റക്കാരെ തുരത്താൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത്. ഇക്കണക്കിന് അനധികൃത നുഴഞ്ഞുകയറ്റക്കാർ യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിയാൽ നിങ്ങൾക്കിനി യൂറോപ്പ് ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളുടെ യൂറോപ്പിനെ തിരിച്ചെടുക്കാൻ ആകില്ല. ക്രൈമുകൾ കൂടും, പട്ടിണിയും ഉണ്ടാകും. നമ്മൾ നേരിടുന്ന എല്ലാ നേട്ടങ്ങളും ഇല്ലാതാകും. വികസനത്തിൽ നിന്നും അവികസിത നിരയിലേക്ക് പല യൂറോപ്യൻ രാജ്യങ്ങളും തെന്നിമാറുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. യൂറോപ്പിലും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും നടക്കുന്ന ഭയാനകമായ അധിനിവേശം നിങ്ങൾ അവസാനിപ്പിക്കണം. എൻ്റെ പിതാവ് ഫെഡ്രും അമ്മ മേരി ആൻഡ് മാക്ലിയോടും യൂറോപ്പിൽ നിന്നും US-ലേക്ക് കുടിയേറിയവരാണ്. അതിനാൽ തന്നെ യൂറോപ്പിനെ സംരക്ഷിക്കുന്നതിൽ ഞാൻ വൈകാരികമായി ഇടപെട്ട് സംസാരിക്കുകയാണ് എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. യൂറോപ്പിൽ ചില നേതാക്കൾ കുടിയേറ്റക്കാരെ അനുവദിക്കുന്നു, അതിരുകൾ തന്നിട്ട് അഭയാർത്ഥികളെ കയറ്റുന്നു. എന്നാൽ അവരുടെ വരും തലമുറ ദുഃഖിക്കും. എനിക്കിപ്പോൾ അവരുടെ പേരുകൾ പറയാൻ കഴിയും, പക്ഷേ ഞാൻ മറ്റുള്ളവരെ ലജ്ജിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ കുടിയേറ്റം യൂറോപ്പിനെ കൊല്ലുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഞങ്ങളുടെ രാജ്യത്തേക്ക് ആരും പ്രവേശിച്ചില്ല. അവിടെ എത്തിയ ധാരാളം മോശം ആളുകളെ ഞങ്ങൾ പുറത്താക്കി. ഐക്യരാഷ്ട്രസഭയുടെ 2020 കണക്കുകൾ പ്രകാരം ഏകദേശം 87 ദശലക്ഷം അഭയാർത്ഥികളും നുഴഞ്ഞുകയറ്റക്കാരും യൂറോപ്പിൽ താമസിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ അനധികൃത താമസക്കാരെ കൊണ്ട് യൂറോപ്പ് എന്ന ഭൂമിയിലെ സ്വർഗം നിറയും. ഇവിടെ നരകമായി മാറും. ജനുവരിയിൽ വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയതിനു ശേഷം ട്രംപ് കടുത്ത കുടിയേറ്റ വിരുദ്ധ നയം പിന്തുടർന്നിരുന്നു. ഇപ്പോൾ അനധികൃത നുഴഞ്ഞുകയറ്റക്കാരെ യൂറോപ്പിൽ നിന്നും തുരത്താൻ ട്രംപ് ഇടപെടുകയാണ്. US ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റ നാടുകടത്തൽ പരിപാടിക്ക് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. ഇതുവരെ ആയിരക്കണക്കിന് ആളുകളെയാണ് അമേരിക്കയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ കടുത്ത കുടിയേറ്റ നയം ലോകത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റ ജനസംഖ്യയുള്ള US-ൽ വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. യൂറോപ്പിലേക്കുള്ള തന്റെ യാത്രയ്ക്കിടെ സ്കോട്ട്ലാൻഡിലെ തന്റെ 2 ഗോൾഫ് പ്രോപ്പർട്ടികൾ സന്ദർശിക്കുമെന്നും UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെൻ ലെയർ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. സ്റ്റാമറുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇതിനോടകം തന്നെ ഉണ്ടായ വ്യാപാര കരാറിലെ തുടർ പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ ആഘോഷകരമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഇത് ഇരുവർക്കും ഒരു വലിയ കാര്യമാണ്. ഇത് വാരാന്ത്യത്തിൽ ട്രംപ് സ്കോട്ട്ലാൻഡിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള തന്റെ ടോഡ്ബറി പ്രോപ്പർട്ടിയിൽ താമസിക്കുകയും തുടർന്ന് തിങ്കളാഴ്ച അവിടുന്ന് മടങ്ങുകയും ചെയ്യുന്നു. അവിടെ അദ്ദേഹം തൻ്റെ അമ്മയും ബഹുമാനാർത്ഥം പേരിട്ടിരിക്കുന്ന 2ാമത്തെ ഗോൾഫ് കോഴ്സ് തുറക്കുകയും ചെയ്യും. US-ലേക്ക് കുടിയേറുന്നതിന് മുൻപേ തന്നെ ഒരു സ്കോട്ടിഷ് ദ്വീപിൽ ജനിച്ചു വളർന്ന അമ്മയുടെ പേരാണ് അവർ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.